ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ എന്താ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അടൂർ വരെ പോവാണ്. നമ്മുടെ വൈകുണിയുടെ അരങ്ങേറ്റമാണ് കേട്ടോ ഇന്ന്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവുക. ഇപ്പം സമയം എത്രയായി? 2 മണിക്ക് അല്ല 1 മണിക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പം സമയം 2:30 ആവാറായി. ഞാനപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്ന് അയച്ചു തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറ്. പിന്നെ എന്താ പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അങ്ങനെ ഞാൻ ദാ വൈഗയുടെ അടുത്ത് എത്തി. വൈഗയുടെ മേക്കപ്പ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലിപ്സ്റ്റിക് ഇടണം, അതുപോലെ തന്നെ മൂക്കുത്തി വെക്കണം. അങ്ങനെ കുറച്ച് പണികളേ ഉള്ളൂ. നല്ല ഭംഗിയിലേ കാണാൻ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കിനും വൈഗയെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. വേറൊന്നുമല്ല, അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരുടെയും ഫേസ് ഒരുപോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വൈഗ ഏതാണെന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞത് ആ വൈഗയുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈഗ അവരുടെ ഡാൻസ് ടീച്ചർക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾ എല്ലാം ദക്ഷിണ കൊടുക്കുന്നതൊക്കെ തിരക്കിലാണ്. രാവിലെ മുതലേ ഇതുങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ. അരങ്ങേറ്റമുള്ള കുറേ കുട്ടികളുള്ളത് കൊണ്ട് ഓരോരുത്തരെ ഒരുക്കി മാറ്റിയിട്ട് വേണ്ടേ ബാക്കിയുള്ള ആൾക്കാരെ ഒരുക്കാനായിട്ട്. അതിൻ്റെ ഇതിൽ ഈ കുട്ടികളെയൊക്കെ രാവിലെ ഒരുക്കി നിർത്തിയേക്ക് ഒരു സമയത്ത് ഒരുങ്ങി നിൽക്കുന്ന പിള്ളേരാണ് കേട്ടോ. കുട്ടികളുടെ അരങ്ങേറ്റം മാത്രമല്ല, അവിടെ ഡാൻസ് പഠിക്കുന്ന വേറെ കുട്ടികളുടെ അല്ലാത്ത പ്രോഗ്രാമുകളൊക്കെ ഒരുപാടുണ്ട്. എക്സ്ട്രാ ഡാൻസ് കാര്യങ്ങൾ, അരങ്ങേറ്റം മാത്രമല്ലാണ്ട് ഒരുപാട് ഫങ്ഷനുകൾ അവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് വലിയ ആൾക്കാരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു. അമ്മമാരുടെ, അതുപോലെ തന്നെ വലിയ ചേച്ചിമാരുടെ, അങ്ങനെ ഒരുപാട് പേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കും ഡാൻസ് പഠിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം. അപ്പോൾ ആ കാര്യം അമ്മയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയും ടെസ്സേച്ചിയും കൂടാണ് കേട്ടോ വന്നത്. അമ്മയൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം ചെറുതായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് വഴക്കിൻ്റെ ഒരു മേള തന്നെയായിരുന്നു. വേറൊന്നിനും അല്ല വഴക്ക് പറഞ്ഞത്, വൈഗയുടെ ഈ പ്രായത്തിൽ എന്നെയും ഡാൻസ് പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അരങ്ങേറ്റ സമയമായപ്പോഴത്തേക്കിനും ഞാൻ അങ്ങ് ഉഴപ്പി. ഞാൻ പിന്നെ പോവാതായി. വേറൊന്നുമല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് സ്കൂളിൽ ക്ലാസ് കാണും. അത് കഴിഞ്ഞ് ശനിയാഴ്ച ട്യൂഷൻ കാണും. പിന്നെ ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ആ ഞായറാഴ്ച ഡാൻസിനും കൂടെ കൊണ്ടുവിട്ടാൽ നമുക്ക് വീട്ടിലങ്ങ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ഇതുകൊണ്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. നമുക്ക് കളിച്ച് നടക്കണം, ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അതങ്ങ് ഉഴപ്പിയത്. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം.
വരെ നമ്മളവിടെ നിന്നില്ല. 12 മണിയൊക്കെ ആവുമായിരിക്കും പ്രോഗ്രാം മുഴുവൻ തീരണമെങ്കിൽ. വൈകിട്ട് 2-3 ഡാൻസ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. അച്ഛനും അമ്മയും കൂടെ അച്ഛൻ്റെ വണ്ടിയിൽ പോകാനാണ്, ഞാനും ടെസ്സേച്ചും കൂടെ ബസ്സിന് പോകാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങിയത്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ബസ് കിട്ടാൻ ഭയങ്കര താമസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് നേരത്തെ ഇറങ്ങിയത്. 2-3 ഡാൻസ് കണ്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവരെക്കാളിലൊക്കെ മുമ്പ് ഉച്ചയ്ക്കേ വന്നായിരുന്നു. അച്ഛൻ പിന്നെ അച്ഛൻ്റെ വണ്ടിയിൽ വന്ന്, ടെസ്സേച്ചിയും മോനുമേയും കൂടെ ബസ്സിനാണ് കേട്ടോ വന്നത്. തിരിച്ച് അച്ഛൻ്റെ വണ്ടിയിൽ അമ്മ പോകുന്നുണ്ട്. ഞാനും ടെസ്സേച്ചിയും കൂടെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.